Hi, good morning to all of you. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ സെന്റർ ഫോർ തിൻ വാൾഡ് സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഷിയർ സെന്റർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ ആണ്, അതായത് ഒരു സി സെക്ഷൻ ആണ്. ഇതിനെ ഒരു അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കും. ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സെൻട്രോയിഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ലോഡ് ഈ സെൻട്രോയിഡിലാണ് സപ്പോസ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു എഫ് എന്ന് പറയുന്ന ലോഡ് ഈ സെൻട്രോയിഡിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺസിമെട്രിക്കൽ സി സെക്ഷന് ബെൻഡിങ്ങും ഉണ്ടാവും, ട്വിസ്റ്റിങ്ങും ഉണ്ടാവും. രണ്ട് കാര്യങ്ങളുണ്ടാവും, ട്വിസ്റ്റിങ്ങും ഉണ്ടാവും, ബെൻഡിങ്ങും ഉണ്ടാവും. അപ്പോൾ സെൻട്രോയിഡ് ലോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രോയിഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഈ ഒരു പോയിന്റിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്വിസ്റ്റിംഗ് ഉണ്ടാവില്ല. എന്തുമാത്രം ഉണ്ടാവുള്ളൂ? ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്യുവർ ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ. അപ്പോൾ എന്താണ് ഷിയർ സെന്റർ? ഇത്രേ ഉള്ളൂ. സെൻട്രോയിഡ് അൺസിമെട്രിക്കൽ സെക്ഷന്റെ സെൻട്രോയിഡിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ്ങും ഉണ്ടാവും, ട്വിസ്റ്റിങ്ങും ഉണ്ടാവും. അപ്പം നമുക്ക് ട്വിസ്റ്റിംഗ് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് മാത്രം വേണം? പ്യുവർ ബെൻഡിങ് മാത്രം വേണം. അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് ഡിസ്റ്റൻസ് സെൻട്രോയിഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ. ഷിയർ സെന്ററിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്യുവർ ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ട്വിസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് ട്വിസ്റ്റ്. ഈ ഡോട്ടഡ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് ഷിയർ ഫ്ലോ. ഇപ്പോൾ ഷിയർ ഫ്ലോ മുതൽ ഷിയർ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ ഇന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഷിയർ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്താണ് ഷിയർ സെന്റർ. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വാട്ട് ഈസ് മീൻ ബൈ ഷിയർ സെന്റർ എന്നൊരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതുക. When a beam has asymmetrical cross section, if applied load pass through the centroid of cross section of beam, there is twisting addition to bending. അതായത് സെൻട്രോയിഡിൽ ലോഡ് അപ്ലൈ ചെയ്താൽ ട്വിസ്റ്റിംഗ് ഉണ്ടാവും, ബെൻഡിങ് ഉണ്ടാവും. In order to avoid twisting and allow pure bending, the load has to apply some distance away from appropriate point. This point is called a shear center or centroid. അപ്പോൾ ട്വിസ്റ്റിംഗ് അവോയ്ഡ് ചെയ്ത് പ്യുവർ ബെൻഡിങ്ങിന് വേണ്ടി കുറച്ച് ഡിസ്റ്റൻസ് മാറി ലോഡ് അപ്ലൈ ചെയ്യണം. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതുക, എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഷിയർ സെന്റർ കാണിക്കുക, ആ ഡിസ്റ്റൻസ് ഷിയർ ഫ്ലോയുടെ ഡിസ്റ്റൻസ് ഇന്ന് കാണിക്കുക. അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഷിയർ സെന്റർ ഈസ് എ പോയിന്റ് വേർ അപ്ലൈ ലോഡ് ഈസ് ബാലൻസ്ഡ് ബൈ സെറ്റ് ഓഫ് ഷിയർ ഫോഴ്സസ് ആൻഡ് ടു അലോ ബെൻഡിങ് ആൻഡ് പ്രവെന്റ് ബെൻഡിങ് എന്നല്ല, പ്രവെന്റ് ട്വിസ്റ്റിംഗ് എന്നാണ്. പ്രവെന്റ് ട്വിസ്റ്റിംഗ് അതായത് ബെൻഡിങ്ങിനെ അലോ ചെയ്യും, പ്രവെന്റ് ട്വിസ്റ്റിംഗ്. ഓക്കെ, ഇങ്ങനെ ഇത് ചെറിയ ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഷിയർ ഫോഴ്സിന് ഈ സെന്ററിൽ ഷിയർ ഫോഴ്സ് ബാലൻസ് ആയിരിക്കും, ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ട്വിസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. ഇതാണ് കുറച്ചും കൂടി നല്ലൊരു എക്സ്പ്ലനേഷൻ. എന്നിട്ട് ഈ ഫിഗറും വരച്ചു വയ്ക്കുക. അപ്പോൾ 3 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗറും അതിന്റെ എക്സ്പ്ലനേഷനും എഴുതുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഷിയർ സെന്റർ ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. ഇഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഹാസ് 2 axes of symmetry, its shear center coincide with center of gravity of or centroid of the section. അതായത് നമുക്കറിയാം ഈ സർക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y കട്ട് ചെയ്താലും എക്സിൽ കട്ട് ചെയ്താലും സെയിം ആണ്. ഇതാണ് ക്രോസ് സെക്ഷൻ ഹാവിങ് 2 axes ഓഫ് സിമെട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോർഷന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻട്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും, O എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് തന്നെയായിരിക്കും അതിന്റെ ഷിയർ സെന്ററും ലൊക്കേറ്റ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് ഒരു സ്ക്വയർ സെക്ഷൻ. ഈ സ്ക്വയർ സെക്ഷൻ എക്സി കട്ട് ചെയ്താലും y കട്ട് ചെയ്താലും എക്സി കട്ട് ചെയ്താലും സെയിം ആയിരിക്കും. അതാണ് 2 axes ഓഫ് സിമെട്രി. ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻട്രോ ഗ്രാവിറ്റി. ആ പോയിന്റ് തന്നെയായിരിക്കും ഷിയർ സെന്റർ. ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ഹാവിംഗ് 2 axes ഓഫ് സിമെട്രി, ഇതിന്റെ ഷിയർ സെന്ററും സെൻട്രോ ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡും ഒരേ പോയിന്റ് തന്നെയായിരിക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഷിയർ സെന്റർ. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഇഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഹാസ് സിംഗിൾ ആക്സിസ് ഓഫ് സിമെട്രി, ഷിയർ സെന്റർ ലൈസ് ഓൺ ആക്സിസ് ഓഫ് സിമെട്രി ഇറ്റ്സെൽഫ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ആദ്യം എഴുതിയ ഒരു സി സെക്ഷൻ. ഈ സി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സി കട്ട് ചെയ്താലാണ് ഈക്വൽ ആയിട്ടുള്ളൂ, പക്ഷെ y കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ അല്ല.
അപ്പോൾ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉള്ളൂ ഇതിന്. അതായത് ഒരു ആക്സിസ് കട്ട് ചെയ്താലാണ് രണ്ട് സെക്ഷനും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് ആണ് ഇത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ആക്സിസിൽ തന്നെയായിരിക്കും എന്തുണ്ടാവുന്നത്, ഷിയർ സെൻറ്റർ ഉണ്ടാവുന്നത്. അതായത് ഇവിടെയാണ് സെൻട്രോയിഡ് എങ്കിൽ ഇവിടെയായിരിക്കും ഷിയർ സെൻറ്റർ. ഒരേ പോയിന്റിലല്ല, സെയിം ആക്സിസ് ഓഫ് സിമെട്രിയിൽ തന്നെയായിരിക്കും. ഇത് ഒരു സി സെക്ഷൻ്റെ കേസ്. ഇനി നമുക്കൊരു ഐ സെക്ഷൻ വരയ്ക്കാം. ഞാനിപ്പോൾ ഐ സെക്ഷൻ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. ടി സെക്ഷൻ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. ഈ ടി സെക്ഷനെ ഇങ്ങനെ കട്ട് ചെയ്താലാണ് ഇതിന് രണ്ട് സൈഡും ഈക്വൽ. ഇതാണ് സിംഗിൾ ആക്സിസ് ഓഫ് സിമെട്രി. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക. സെൻട്രോയിഡ് അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഷിയർ സെൻറ്റർ വരുന്നത്. ഇതാണ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഹാവിംഗ് സിംഗിൾ ആക്സിസ് ഓഫ് സിമെട്രി. ഷിയർ സെൻറ്റർ ലൈസ് ഓൺ ആക്സിസ് ഓഫ് സിമെട്രി ഇറ്റ്സെൽഫ്. കണ്ടോ, ഈ ഷിയർ സെൻറ്ററിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രിയിൽ തന്നെയാണ് ഷിയർ സെൻറ്റർ ഉള്ളത്. ഇവിടെയും ആക്സിസ് ഓഫ് സിമെട്രി തന്നെയാണ് ഷിയർ സെൻറ്റർ ഉള്ളത്. ഓക്കെ, ദിസ് ഈസ് എ സെക്കൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി. വെൻ സെക്ഷൻ ഈസ് അൺസിമെട്രിക്കൽ, ഷിയർ സെൻറ്റർ ലൈസ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഓപ്പൺ പാർട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു എൽ സെക്ഷൻ എടുക്കാം. അപ്പോൾ ഇതിനെ എക്സ് കട്ട് ചെയ്താലും വൈ കട്ട് ചെയ്താലും ഈക്വൽ അല്ല. അതുകൊണ്ടാണ് ഇതിനെ അൺസിമെട്രിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെൻട്രോയിഡ് എങ്കിൽ ഇതാണല്ലോ ഓപ്പൺ പാർട്ട്. ഈ ഓപ്പൺ പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഷിയർ സെൻറ്റർ വരിക. അതുപോലെ തന്നെ നമുക്ക് ഈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എക്സ് കട്ട് ചെയ്താലും വൈ കട്ട് ചെയ്താലും ഈക്വൽ അല്ല. അതുകൊണ്ട് അതൊരു അൺസിമെട്രിക്കൽ സെക്ഷനാണ്. ഇവിടെയാണ് ഇതിൻ്റെ സെൻട്രോയിഡ് എങ്കിൽ ഇതിൻ്റെ ഓപ്പൺ പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷിയർ സെൻറ്റർ. ഇവിടെയായിരിക്കും ഷിയർ സെൻറ്റർ വരിക. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഷിയർ സെൻറ്റർ ഫോർ എ ചാനൽ സെക്ഷൻ ആണ്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു സി സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ ആണ്. ഈ F1 ആണ് ഷിയർ ഫ്ലോ, ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഷിയർ ഫ്ലോ, അതായത് ഈ തിക്നെസ്സിന്റെ പകുതി മുതൽ ഇവിടുത്തെ ഷിയർ ഫ്ലോ, ആ തിക്നെസ്സിന്റെ പകുതി വരെയുള്ളതാണ് H. ഇവിടുത്തെ ഈ സൈഡ് മുതൽ ഇവിടെ, അതായത് ഇതിന്റെ തിക്നെസ്സിന്റെ പകുതി വരെ ആയിരിക്കുമല്ലോ ഷിയർ ഫ്ലോ, ഇവിടെ വരെയുള്ളതാണ് B. ഇവിടെയാണ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് F അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് മുതൽ ഈ ഷിയർ ഫ്ലോ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് E. ഇതാണ് ഷിയർ സെൻറ്റർ. പിന്നീട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഷെയ്ഡഡ് സെക്ഷൻ എടുത്തേക്കുവാണ് എക്സ്, അവിടെ ഒരു ചെറിയ എലമെന്റ് എടുത്തേക്കുവാണ് DX. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് T ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫിഗർ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സും F1 എന്ന് പറയുന്നത് എന്താണ്? F1 എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സുമാണ്. അത് നമുക്ക് മനസ്സിലായി, ഷിയർ ഫോഴ്സാണ്. നമുക്കറിയാം ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? ഷിയർ ഫോഴ്സ് ബൈ സ്മോൾ ഏരിയ DA ആണ്. അതായത് ഫോഴ്സ് ബൈ ഏരിയ. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് F1 ബൈ DA. അപ്പോൾ അതിൽ നിന്ന് F1 ഈസ് ഈക്വൽ ടു ടോ DA എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ടോ DA ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുവാണ്. F1 ഈസ് ഈക്വൽ ടു ടോ DA. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു FA y ബാർ ബൈ IB. MOSൽ നിങ്ങൾ ഷിയർ സ്ട്രെസ്സിന് പഠിച്ച ഒരു ഇക്വേഷനാണ്. ടോ ഈസ് ഈക്വൽ ടു FA y ബാർ ബൈ IB. ഇവിടെ DA എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട DA എന്ന് പറയുന്നത് DX ഇൻറ്റു T ആണ്. അതായത് ഈ സ്മോൾ സെക്ഷൻ ഉണ്ടല്ലോ, ഈ കാണിച്ചിരിക്കുന്ന ഈ സ്മോൾ സെക്ഷൻ്റെ ഏരിയ ആണ് DA. അതായത് ഇതിൻ്റെ വിഡ്ത്ത് DX ആണ്, ഹൈറ്റ് T ആണ്. അപ്പോൾ DX ഇൻറ്റു T ആണ് DA. ദെൻ നമുക്കിവിടത്തെ A ഒക്കെ എഴുതാം. ഇവിടുത്തെ A എന്ന് പറയുന്നത് X ഇൻറ്റു T ആണ്. X ഇൻറ്റു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനാണ്. ഇവിടം വരെയാണ് X ഇൻറ്റു T ആണ് A. ദെൻ y ബാർ എന്ന് പറയുന്നത് H/2 ആണ്. H/2 ആണ് y ബാർ. അതായത് സെൻട്രോയിഡ് മുതൽ ഈ സെക്ഷൻ്റെ സെൻറ്റർ, അതായത് ഈ പോയിന്റ് വരെ, ഇതിൻ്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ. ഇത് y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H/2 ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് MOSൽ. y ബാർ H/2 ആണ്. ദെൻ B എന്ന് പറയുന്നത്, കാരണം ഫോഴ്സ് ഷിയർ ഫോഴ്സ് ഇങ്ങനെയാണല്ലോ പോകുന്നത്, അപ്പോൾ B എന്ന് പറയുന്നത് എന്തായിരിക്കും? തിക്നെസ് ആയിരിക്കും. B എന്ന് പറയുന്നത് തിക്നെസ് ആയിരിക്കും. ഇത്രയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു F ഇൻറ്റു എയുടെ സ്ഥാനത്ത് X ഇൻറ്റു T, y ബാറിൻ്റെ സ്ഥാനത്ത് H/2 ഡിവൈഡഡ് ബൈ I ഇൻറ്റു T വന്നു.
ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് ടോ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഈ ടോയുടെ ഈ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് F1 ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. F1 ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു XT h/2 ഡിവൈഡഡ് ബൈ IT. ഇതാണ് ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx ഇൻറ്റു ടി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx ഇൻറ്റു ടി. ഓക്കെ, ഇനി നമുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടിയും ഡിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇതാണ് എന്ത്, ഈ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ഷിയർ ഫോഴ്സ്. അപ്പം നമുക്ക് എൻഡയർ ഫോഴ്സ് വേണം. എൻഡയർ ഫ്ലാഞ്ചിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം, എൻഡയർ ഫ്ലാഞ്ചിൻ്റെ ഫോഴ്സ് കിട്ടാനായിട്ട് F1 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെ, 0 മുതൽ B വരെ. അപ്പം നമുക്ക് FTH/2I എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ FTH/2I എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to B x dx എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളത് ഇവിടെ FTH/2I എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഉള്ളിൽ എടുത്തു. ഇൻ്റഗ്രൽ ഓഫ് x dx. അപ്പം ഞാനിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു FTH/2I integral of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/2 to the limit 0 to b. That is equal to F1 is equal to FTH/b²/4i. FTH/b²/4i എന്ന് നമുക്ക് F1 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് F1 കിട്ടി. ഇനി ശ്രദ്ധിക്കുക, in order to prevent twisting, നമുക്ക് ട്വിസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യണം. in order to prevent twisting, equate moment equate ചെയ്യുക. നമുക്കറിയാം മൊമെന്റ് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഇൻറ്റു ഇ, F ഇൻറ്റു ഇ, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് F ഇൻറ്റു ഇ. in order to prevent twisting നമുക്ക് നോക്കുക, മൊമെന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, F ഇൻറ്റു ഇ. അപ്പോൾ F ഇൻറ്റു ഇ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു ഷിയർ ഫോഴ്സ് ഉണ്ട്, F1 എന്ന് പറയുന്ന ഒരു ഷിയർ ഫോഴ്സ് ഉണ്ട്. ആ F1 ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ F ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു എച്ച്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമുക്ക് ഇ ആണല്ലോ വേണ്ടത്, ഷിയർ സെൻറ്ററിൻ്റെ ലൊക്കേഷൻ. ഇ ഈസ് ഈക്വൽ ടു F1h/F. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു, നമ്മൾ F1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ F1 FTH/b²/4i ഡിവൈഡഡ് ബൈ F ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ F ഇൻറ്റു. അപ്പോൾ എഫും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇ എന്ന് പറയുന്നതിൻ്റെ എഫും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടും. ഇ ഈസ് ഈക്വൽ ടു b²h² t ഡിവൈഡഡ് ബൈ 4i. b²h² t ഡിവൈഡഡ് ബൈ 4i. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ ഇതുപോലെ ചാനൽ സെക്ഷൻ തന്നിട്ട് അതിൻ്റെ ഷിയർ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇയുടെ ഇക്വേഷൻ b²h² t/4i. ബി എന്താണെന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഈ സൈഡ് മുതൽ ഈ വെബിൻ്റെ പകുതി വരെ, അതായത് ഈ ഷിയർ ഫ്ലോ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ പകുതി മുതൽ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പിടിക്കുക. b²h² t ഡിവൈഡഡ് ബൈ 4i. ഓക്കെ, ഐ മൂവ്മെൻറ്റ് ഓഫ് ഇനർഷ്യ, ടി തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് ഫ്ലാഞ്ച്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എൻഡ് ഓഫ് ഫ്ലാഞ്ച് ടു സെൻട്രോയിഡ് ഓഫ് വെബ്. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മൾ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു F1/dA എന്ന് എഴുതി. അതിൽ നിന്ന് F1 എഴുതി. ദെൻ നമുക്ക് ടോയുടെ ഇക്വേഷൻ അറിയാം. അവിടെ നമ്മൾ എയ്ക്കും y ബാറിനും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് ഈ ടോയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് F1 കിട്ടി. അതുപോലെ തന്നെ dx ഇൻറ്റു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് F1 കിട്ടി.
ഇനി നമ്മൾ മൂവ്മെന്റ് ഇക്വേറ്റ് ചെയ്തു. എഫ് ഇൻറ്റു ഇ ഈക്വൽ ടു എഫ് 1 ഇൻറ്റു എച്ച്. അതിൽ നിന്ന് ഇ കണ്ടു. നമുക്ക് വേണ്ടത് ഷിയർ സെന്റർ ഈ ഷിയർ ഫ്ലോയിൽ നിന്ന് എത്രമാത്രം മാറിയാന്നാണ് അറിയേണ്ടത്. അതായത് ഇയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, ലൊക്കേഷൻ ഓഫ് ഷിയർ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇതിൽ നിന്ന് ഇ നമുക്ക് കിട്ടും F1H/F. അപ്പം അതിൽ നിന്ന് നമുക്ക് F1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ B²H²T/4 ആയി കിട്ടും. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ, ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് ലൊക്കേറ്റ് ദ ഷിയർ സെന്റർ ഓഫ് ചാനൽ സെക്ഷൻ 100 × 100 × 10 mm. അപ്പോൾ നമുക്കൊരു ചാനൽ സെക്ഷൻ വരയ്ക്കാം. ഇതാണ് ചാനൽ സെക്ഷൻ. അപ്പോൾ ചാനൽ സെക്ഷൻ്റെ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാൻജിൻ്റെ ലെങ്ത് ആണ് 100. അപ്പോൾ നമുക്ക് 100 കിട്ടി. ഇനി അടുത്ത ഈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബിൻ്റെ ലെങ്ത് ആണ് 100. ഇനി 810 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്സാണ്, ഇതിൻ്റെ തിക്നെസ്സുമാണ് 10. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് എങ്ങനെയാണ് ഷിയർ ഫ്ലോ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഷിയർ ഫ്ലോ തിക്നെസ്സിൻ്റെ പകുതി കൂടെ ഇങ്ങനെ ഷിയർ ഫ്ലോ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെയായിരിക്കും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഷിയർ സെൻറ്റർ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈയുടെ ഇക്വേഷൻ അറിയാം. എന്താണ് ഈയുടെ ഇക്വേഷൻ? ഷിയർ സെൻറ്റർ ഇ ഈക്വൽ ടു B²H²T/4i. B²H²T/4i. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് എച്ച്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഇപ്പം എച്ച് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ്, ഇത് 100, മൊത്തം 100. ഇപ്പം ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിക്നെസ്സിൻ്റെ പകുതിയല്ലേ, 5 അല്ലേ? ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ 5 അല്ലേ? അപ്പോൾ 100ൽ നിന്ന് 10 കുറച്ചാൽ പോലെ എച്ച് കിട്ടാൻ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എത്ര കിട്ടും? 90 mm കിട്ടും. ഇങ്ങനെ കണ്ടുപിടിക്കണം. പല സ്റ്റുഡൻസും എച്ച് 100 ആയിട്ട് എടുത്ത് ചെയ്യും, അപ്പോൾ മൊത്തം തെറ്റിപ്പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടം വരെ 5 ആണ്, ഇവിടം വരെ 5 ആണ്. അപ്പം 100ൽ നിന്ന് 10 കുറയ്ക്കുക, അതാണ് എച്ച്. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ബി ശ്രദ്ധിച്ചു കൊടുക്കുക, മൊത്തം 100 ആണ്. അപ്പോൾ ഇവിടം വരെ എത്രയാണ്? ഇവിടം വരെ 5 അല്ലേ? അപ്പോൾ 100ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 95 mm ആയിരിക്കും പി. അപ്പോൾ നമുക്ക് H is equal to 90 mm എന്നും B is equal to 95 mm എന്ന് കിട്ടി. തിക്നെസ് 10 ആണ്, തിക്നെസ് 10 mm ആണ്. ഇനി നമുക്ക് I കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ഇത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഓഫ് വെബ് പ്ലസ് 2 ഇൻറ്റു I ഓഫ് ഫ്ലാഞ്ച് പ്ലസ് AH1² ആണ്. കാരണം ഇവിടെ നമ്മൾ പാരലാക്സിസ് തിയറം യൂസ് ചെയ്യണം, കാരണം ഇതൊരു അൺസിമെട്രിക്കൽ സെക്ഷൻ ആയിട്ട്. ഇപ്പം I ഓഫ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത്രയാണ് വെബ്. അപ്പോൾ വെബിൻ്റെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD3. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10. H, അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100ൽ നിന്ന് 2 സൈഡും 10 കുറച്ചാൽ മതി, 80 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഇത്രയും 80 ആണ്. അപ്പോൾ എന്താണ്? 10 ഇൻറ്റു I ഓഫ് വെബ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 80³/12 ആണ്. വളരെ എളുപ്പമാണല്ലോ. അതായത് 10 ഇൻറ്റു 80³/12 പ്ലസ് ഈ 2 ടൈംസ് എടുക്കാൻ കാരണം ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും സെയിം ആണ്, അതുകൊണ്ടാണ് 2 ടൈംസ് എടുത്തത്. അല്ലെങ്കിൽ 2 ഇൻറ്റു ദെൻ I ഓഫ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലാഞ്ച്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഇതിൻ്റെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ഉം D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ BD3/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 100 ഇൻറ്റു 10³/12 പ്ലസ് A ഇൻറ്റു H1². A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, അത് നമുക്കറിയാം, 100 ഇൻറ്റു 10 ആണ് അതിൻ്റെ ഏരിയ, ഇൻറ്റു H1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ സെൻട്രോയിഡ് മുതൽ ഈ ഫ്ലാഞ്ചിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? മൊത്തം നമുക്കറിയാം 50 ആണ്, 100ൻ്റെ പകുതി. അപ്പോൾ 50ൽ നിന്ന് 5 കുറച്ചാൽ പോരെ, 45 ആയിരിക്കും H1. കാരണം മൊത്തം 100, ഇത് പകുതി 50 ആയിരിക്കും, ഇവിടം വരെ 5, അപ്പോൾ 45 ഇൻറ്റു 45² എന്ന് വരും. ഓക്കെ, ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തോളണം. അപ്പോൾ I എന്ന് പറയുന്നത് നമുക്ക് 4.49 ഇൻറ്റു 10⁶ mm⁴ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ഡേറ്റയായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഷിയർ സെൻറ്റർ ഈസ് ഈക്വൽ ടു 95² ഇൻറ്റു 90² ഇൻറ്റു 10/4 ഇൻറ്റു 4.49 ഇൻറ്റു 10⁶. അപ്പോൾ നമുക്ക് 40.70 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40.70 mm എന്ന് അടയാളപ്പെടുത്തുക.
ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എച്ച് എന്ന് പറയുന്നത് ഈ ഫ്ലാഞ്ചിന്റെ ഇവിടുത്തെ സെന്റർ മുതൽ ഇവിടുത്തെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ബി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ മുതൽ ഈ വെബിന്റെ ഇവിടുത്തെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. പിന്നെ H1 എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഐ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാരലാക്സിസ് തിയറം യൂസ് ചെയ്യണം. ഐ ഓഫ് വെബ് പ്ലസ് 2 ഇൻറ്റു ഐ ഓഫ് ഫ്ലാഞ്ച് പ്ലസ് A1 H1 സ്ക്വയർ. 2 എടുക്കാൻ കാരണം ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും സെയിം ആണ്, അതുകൊണ്ട് 2 ടൈംസ് ഇൻറ്റു ചെയ്താൽ മതി ഒരു ഫ്ലാഞ്ചിന്റെ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, ഇപ്പൊ നിങ്ങൾ ചെയ്ത പ്രോബ്ലത്തിന് അതേ സെയിം പ്രോബ്ലം ആണ്. ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് ഷിയർ സെന്റർ ഓഫ് ചാനൽ സെക്ഷൻ 450 ഇൻറ്റു 650 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ വാല്യൂ മാത്രം മാറിയിട്ടുള്ളൂ. 450 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫ്ലാഞ്ചിന്റെ ലെങ്ത്, 650 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഹൈറ്റ്, 10 എന്ന് പറഞ്ഞാൽ തിക്നെസ്. അപ്പൊ നിങ്ങൾ നോക്കുക, എച്ച് നമുക്ക് കിട്ടും. ഇതിന്റെ സെന്റർ മുതൽ ഇവിടെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഇവിടം വരെയും 5ഉം ഇവിടം വരെയും 5ഉം ആണ്. അപ്പൊ 650 10 കുറച്ചാൽ മതി, എച്ച് കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഈ പോയിന്റ് മുതൽ ഇതിന്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 5 കുറച്ചാൽ മതി, ഇവിടം വരെ 5 ആണല്ലോ. അപ്പോൾ 450 5 കുറച്ചാൽ മതി. അപ്പൊ ബി കിട്ടി. അപ്പൊ നമുക്ക് എച്ച് ബിയും ആയി. ടി 10 തന്നെയാണ്. ഇനി ഐ കണ്ടുപിടിക്കുന്ന പഴയ പോലെ തന്നെ ഐ ഓഫ് വെബ് പ്ലസ് 2 ഇൻറ്റു ഐ ഓഫ് ഫ്ലാഞ്ച് പ്ലസ് A1 H1 സ്ക്വയർ. അപ്പൊ ഐ ഓഫ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആണല്ലോ വെബ്. വെബിന്റെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 രണ്ട് സൈഡിൽ നിന്ന് 10 കുറച്ചാൽ മതി, അതായത് 630. അപ്പൊ 10 ഇൻറ്റു 630 സ്ക്വയർ ബൈ 12 പ്ലസ് 2 ഇൻറ്റു ഐ ഓഫ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബി 450, ഡി 10 ആണല്ലോ. അപ്പോൾ 450 ഇൻറ്റു 10 ക്യൂബ് ബൈ 12 പ്ലസ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 ഇൻറ്റു 10 ഇൻറ്റു 320 ആണ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ് മുതൽ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. കാരണം മൊത്തം 650 ആണ്. അപ്പോൾ ഇവിടം വരെ എന്ന് പറയുന്നത് 650യുടെ ബൈ പകുതി, അതിൽ നിന്ന് നമുക്ക് 5 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 320 എന്ന് കിട്ടും. അതാണ് ഇത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ കിട്ടും. ഐയുടെ വാല്യൂ എല്ലാ വാല്യൂ ആയി അത് ഇക്വേഷന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കിട്ടും. ഐ ഇവിടെ അടയാളപ്പെടുത്തും. അതായത് നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഇവിടെ ജസ്റ്റ് അതിന്റെ വാല്യൂസ് മാത്രം മാറിയിട്ടുണ്ടെന്നുള്ളൂ. ഇതും ചെയ്ത് നോക്കുക, ഈ 2 പ്രോബ്ലംസ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.